ആയപ്പോഴത്തെ ഞാനും പിങ്കിമായും കൂടെ തിന്നൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഏട്ടനെ നോക്കോണ്ടിട്ട്. ഏട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെയിൻ കാരണം ഏട്ടൻ പണി കഴിഞ്ഞ് വരുന്ന മെയിൻ കാരണം നോക്കിയിരിക്കുന്നതിൻ്റെ കാരണം പിങ്കിമായ്ക്ക് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ കഴിക്കാൻ. അപ്പോൾ അത് നോക്കിയിരിക്കുക. ആ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. വൈകുന്നേരമൊക്കെ ഞാനും ഏട്ടനും ആതിരയും കൂടി അനിയത്തിയും കൂടെ ആശുപത്രി വരെ പോയി കരുനാപ്പള്ളി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പനിയുടെ ഒരു ഇതൊക്കെ അങ്ങനെ ആശുപത്രി പോയതാണ്. പോകുന്ന വഴി ഞങ്ങളുടെ പുതിയ അമ്പലത്തിൽ കൊടി കയറിയുണ്ട്. അവിടെ ഫുൾ ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ആശുപത്രി പോയിട്ട് വരുന്ന വഴി ഞങ്ങൾ തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചിക്കൻ ഫ്രൈയും മേടിച്ചു കേട്ടോ. അവർ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഗ്രേവിയാണ് മേടിച്ചിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ. ഈ തട്ടുകടയിലൊക്കെ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് വൈകുന്നേരം സമയം, അതുപോലെ സന്ധ്യ സമയമൊക്കെ അല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തട്ടുകടയിൽ വന്നിരുന്ന് കഴിക്കണത്, അല്ലാതെ മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ വെടിക്കെട്ടിൻ്റെയൊക്കെ ഇവിടം വരെ കാണാൻ പറ്റും, നമ്മുടെ കട വരെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ചൂട് നല്ല സോഫ്റ്റ് ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അവർ പൊറോട്ടയൊക്കെ മേടിച്ചു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് ഉണ്ടായിരുന്നു. കിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് തൊണ്ടവേദന ഉണ്ടായതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ പറ്റത്തുകൊണ്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ചൂട്. അതുപോലെ മഴ പെയ്തൊരു സമയമായിരുന്നു കേട്ടോ. മഴ പെയ്ത് തോന്നുന്നൊരു സമയത്താണ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കട കയറിയത്. പ്രത്യേക വൈബായിരുന്നു. എൻ്റെ പൊന്നോ നല്ല ചൂട് ചിക്കൻ ഫ്രൈ ആ ദോശയ്ക്കകത്ത് കറി ഗ്രേവിയും കൂടെ മുക്കി തിന്നാൻ പ്രത്യേക ടേസ്റ്റ്. എൻ്റെ പൊന്നോ അങ്ങനെ ദോശ ഞാൻ 3 മേടിച്ചിട്ട് നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും കറിയൊക്കെ ആയിരുന്നു. അതിനോട് ചിക്കൻ വറുത്തേക്കാൻ സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ കാണാവേ. ബൈ.